എത്ര ശ്രമിച്ചിട്ടും മറിയത്തിന് ആ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല. മനസ്സിന് വല്ലാത്ത ഭാരം. വേദപുസ്തകമെടുത്ത് മറിച്ചു നോക്കി. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റു ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. വേദനയോടെ ആ വാക്കുകൾ മറിയം വായിച്ചു തീർത്തു. അല്പനേരം പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടോ മഹാത്മാവായ ശിമയോൻ്റെ വാക്കുകൾ ചെവികളിൽ മുഴങ്ങി കേൾക്കുന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും. എത്രയും പെട്ടെന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു. മറിയം നെടുവീർപ്പിട്ടു. സഹോദരിയുടെ വിളി കേട്ടാണ് വാതിൽ തുറന്നത്. മറിയവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. യേശുവിനെ അവർ ബന്ധിച്ചു കൊണ്ടുപോയി. നിലവിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു. ഒരു നിമിഷം മറിയം തിടുക്കത്തിൽ തെരുവിലേക്ക് നടക്കാൻ തുടങ്ങി. പിന്നാലെ സ്ത്രീകളും. മറിയം മുന്നോട്ട് തന്നെ നടന്നു. വഴിനീളെ കുഞ്ഞു യേശുവിനെപ്പറ്റി തന്നെയായിരുന്നു ചിന്ത. ജോസഫിൻ്റെ കൂടെ കൂടി അവനുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അത്ഭുതങ്ങൾ എല്ലാം. അവസാനം ചെന്നെത്തിയത് അവൻ്റെ വാക്കുകളിൽ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ആ വാക്കുകൾ താൻ എന്നും ഓർത്തിരുന്നു. ഒരമ്മയുടെ സ്വാതന്ത്ര്യം എടുക്കുന്നതിൽ നിന്ന് ആ വാക്കുകൾ തന്നെ തടഞ്ഞിരുന്നു. മറിയം നിന്നു, നെടുവീർപ്പിട്ടു. നന്ദി തളർന്നിരിക്കുന്നു, ഇനി നടക്കാൻ വയ്യ. എത്ര നേരം ആ ഇരിപ്പിരുന്നു എന്നറിഞ്ഞുകൂടാ. ചില ആർപ്പുവിളികളും അട്ടഹാസങ്ങളും കേൾക്കുമാറായി. എന്താണത്? കണ്ണുകൾ നിറഞ്ഞു മങ്ങി. ആ കാഴ്ച. ഭാരിച്ച ഒരു കുരിശുമേന്തി തൻ്റെ മകനതാ കൺമുന്നിൽ. ഇല്ല മകനെ, നീ ഒന്നും പറയണ്ട, അമ്മയ്ക്കെല്ലാം അറിയാം. നിമിഷങ്ങൾ അവർ പരസ്പരം നോക്കി. ചുറ്റും നിന്ന പട്ടാളക്കാരും ജനങ്ങളും പരിഹസിക്കുന്നുണ്ടായിരുന്നു. ദൈവപുത്രൻ്റെ അമ്മയെ കണ്ടോ? തനിക്കതൊന്നും പ്രശ്നമായിരുന്നില്ല. അടുത്ത നിമിഷം തന്നെ അവർ നടന്നു നീങ്ങി. എൻ്റെ മകനെ ഉച്ചത്തിൽ വിളിക്കണമെന്ന് തോന്നി. അമ്മയ്ക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ആ ജനക്കൂട്ടം തൻ്റെ മകനെയും കൊണ്ട് നടന്നു നീങ്ങുന്നത് നിശ്ചലയായി നോക്കി നിൽക്കാനേ അപ്പോൾ സാധിച്ചുള്ളൂ. അവനെ അവരെങ്ങോട്ടായിരിക്കും കൊണ്ടുപോയത്? മറിയം പെട്ടെന്ന് എഴുന്നേറ്റു. അവർ താങ്ങി പിടിച്ചിട്ടുണ്ട്. തനിക്ക് നടക്കാം. താൻ വേണം, അവന് താങ്ങായി താൻ വേണം. മറിയം ധൃതി കൂട്ടി. ആ നടപ്പ് ഗോൽഗോഥ വരെ നീണ്ടു. അവൻ അടുത്തേക്ക് പോകാൻ അവർ അനുവദിക്കുന്നില്ല. തൻ്റെ മകൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി തനിക്ക് കേൾക്കാം. തൻ്റെ സാമീപ്യം അവൻ അറിയുന്നുണ്ടാവുമോ? അതെ, അവനെല്ലാം അറിയാമല്ലോ. ഒരമ്മയ്ക്ക് താങ്ങാനാവുന്നതിനപ്പുറമായിരുന്നു തൻ്റെ മകൻ്റെ നിലവിളി. അവൻ അനുഭവിക്കുന്ന വേദനയും കണ്ടു നിൽക്കുക എന്നുള്ളത്. അതാ കുരിശുയർത്തപ്പെടുന്നു. ഇപ്പോൾ തങ്ങൾക്ക് പരസ്പരം കാണാം. തൻ്റെ അരുമ ശിഷ്യന് ഈ അമ്മയെ അവൻ നൽകുന്നു, തനിക്കൊരു മകനെയും. എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ പ്രാർത്ഥിച്ചു. പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കൂടെ ഈ അമ്മയും. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ.